പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമ എന്ന മഹാമനീഷി 89-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടായപ്പോ അന്ന് ഇ.കെ. ഉസ്താദ് പറഞ്ഞിരുന്നു, ഈ സംഘത്തിൽ നിന്ന് വിഭജിച്ചുപോയ ആളുകൾ, തെറ്റിപ്പോയ ആളുകൾ, അവർ അഹ്ലുസുന്നയിൽപ്പെട്ടവർ അല്ല, അവർ സുന്നിയല്ല. അവരെ സംബന്ധിച്ചു പറയുമ്പോ സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്ന് വരെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞത് ഇന്ന് നമ്മളിങ്ങനെ പുലർന്ന് കാണുകയാണ്. ഇതിനൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല മോനെ. എന്റെ നാവുകൊണ്ട് ഞാൻ പറയിപ്പിച്ചുതരാം. ഇജനതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ആ ക്ലിപ്പ് ഇട്ടപ്പം വലിയ മഹത്വം പറഞ്ഞ ആദർശം മുന്നേറ്റുണ്ടല്ലോ, അതിൽ തന്നെ ജി പറഞ്ഞിട്ടുണ്ടേ. മനസ്സിലായോ? അന്ന് ഇതൊക്കെ സുന്നീനി. ശംസുലമ പറഞ്ഞതിന് ശേഷവും ഓരൊക്കെ സുന്നികളെ കൂട്ടത്തിൽ എണ്ണീട്ടുണ്ട്. എന്തിനെണ്ണി? ഇത് പറയുമ്പം ഇത് പറഞ്ഞ കാലത്ത് ഏത് താജുലമ്മനും യഫിസ്ഥാനൊക്കെ സുന്നിയായി എണ്ണുന്ന കാലത്ത് തന്നെ ശംസുലമത് പറഞ്ഞിട്ടില്ല. ചങ്ങായി ഇപ്പൊ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരാം. ഞങ്ങളാരും കണ്ടിട്ടില്ലത്. അന്നേതില്ലേ എത്ര വട്ടം എന്നോട് പറഞ്ഞു, എത്ര പറഞ്ഞാൽ ഇജ് വിടുള്ളൂ. മനസ്സിലായ? ഓരൊക്കെ സുന്നിയായിട്ട് ഇജ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശംസുലമ പറഞ്ഞ ശേഷവും. അന്ന് ജോഡേനി എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തില് ശംസുലമ ഇത് പറഞ്ഞതിന് ശേഷവും എന്താക്കിയിട്ടുണ്ട്? താജുലമ്മനെയും യഫിസ്ഥാനെയും ഒക്കെ സുന്നികളുടെ നേതാവായിട്ടും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായിട്ടും ശംസുലമ്മന്റെ കൂടെ തന്നെ ചെന്നിട്ടുണ്ട് മോയന്റെ. മനസ്സിലായോ? ഇത് കൂടുന്ന വരുന്നേ ഇത് ആരാ പഠിപ്പിച്ചത്? ഞങ്ങളെ കേട്ടോ? മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും മഹാനായ കാന്തപുരം ഉസ്താദും മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. എന്തായിരുന്നു ആ ഒരു വലിയ മനസ്സ്! വാദപ്രതിവാദത്തിനൊക്കെ സമ്മതം ചോദിക്കാൻ താജുൽ ഉലമയുടെ മുന്നിലെത്തിയാൽ എത്ര അനുഭവങ്ങളുണ്ട്. ഈ അടുത്ത് മസ്കത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോ മസ്കത്ത് സംവാദത്തിന് ഇവിടെ നമ്മൾ ഒരു പരിപാടി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. നടന്നില്ല. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മളത് വിശദീകരിച്ചു. ഞാൻ പറയുന്നത് താജുൽ ഉലമയുടെ സമീപത്ത് നിന്നിട്ട് നമ്മൾ പറയാണ്, തങ്ങളവറുകളെ ഞാൻ പോവാണ് വാദപ്രതിവാദത്തിന്. വഹാബികളോടാണോ? ഒറ്റ ചോദ്യം. ആ വഹാബികളോട് തന്നെ എഴുന്നേറ്റങ്ങിരുന്ന് ഒരു വലിയ ആവേശത്തിൽ എന്നിട്ട് പറഞ്ഞു, വഹാബികളോടാണ് പോയി നടത്ത്, എന്റെ മുന്നിലും പിന്നിലും ഞാനുണ്ടാവും, ധൈര്യമായി പോയി നടത്ത്, അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയപ്പെട്ടു പോകരുത്. അതാ താജുൽ ഉലമ, അതാണ് താജുൽ ഉലമ. അള്ളാഹു അവരെ പിൻപറ്റാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് താജുൽ ഉലമയും ശംസുൽ ഉലമയും എ.പി. ഉസ്താദും മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാരും പതി ഉസ്താദും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും മഹാനായ ഷെയ്ഖ് ജീലാനിയും ഈ പണ്ഡിത മഹോന്നതരായ പ്രമുഖരായ നേതാക്കൾ അവർ കാണിച്ചു തന്ന ഈ ഒരു വലിയ സംഭവം ഇവിടെ ഉള്ളത് കൊണ്ടാ ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വരെ ചിന്തിക്കാൻ പറ്റിയത്. ഇന്ന് നമ്മളതൊക്കെ മറന്നു കുളിച്ചു പോയാൽ അടുത്ത തലമുറ എന്തായി പോയി? അതാണ് ഇവിടെ വലിയ മുസീബത്ത്. ഇത് പുത്തനത്താണി വെച്ച് ഈ പ്രസംഗം നടത്തുമ്പം അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ശംസുലമ പറഞ്ഞ യൂട്യൂബിൽ ചങ്ങായി ഇല്ലേ, എന്നിട്ട് ശംസുലമിന്റെ കൂടെ സുന്നിയായിട്ടാണ് ഇത് എണ്ണുണ്ടാരാ. 89-ല് പുറത്തു പോയവർ സുന്നിയല്ല, സുന്നത്തേക്കാത്ത സുന്നികളാന്ന് പറഞ്ഞ എ.പി. സ്ഥാനിയും ഉള്ളാൽ തങ്ങളെയും ശംസുലമിന്റെ കൂടെ എണ്ണിയോനാ ചെയ്യേ. മനസ്സിലായോ? എനിക്ക് ബോധണ്ടാ ഉണ്ടോ? ഉണ്ടെങ്കിൽ കേട്ടോ. ഇതെന്താ മനസ്സിലാക്കിയത്? എന്നിട്ടിപ്പം വന്നു കണ്ട് ഇങ്ങനെ അയ്യോ എന്റെ ഷെയ്ഖൊക്കെ ഇങ്ങനെ നാക്കിട്ടടിക്കുക. അത് ഞങ്ങളെ മുമ്പിൽ നടക്കൂല, മനസ്സിലാക്കിക്കോ. ആധികാരികത ഉണ്ടോ? പറഞ്ഞതിൽ ആധികാരികത ഉണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ പ്രതികരിക്കേ. താജുലമ്മന്റെ അടുത്തേക്ക് ആ സുന്നിയല്ലാത്ത സുന്നത്ത് വയ്ക്കാത്ത സുന്നിന്ന് ശംസുലമ്മ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ താജുലമ്മന്റെ അടുത്തേക്ക് അജി സമ്മതം ചോദിക്കാൻ പോയതേ അല്ലേ? അന്നും ഇജ് പോകുമ്പോഴും ശംസുലമ്മ എന്ത് പറഞ്ഞു? സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയാലും സുന്നിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്, സുന്നത്ത് കഴിക്കാതെ സുന്നിയാന്ന് പറഞ്ഞിരിക്കുന്നത്. ശംസുലമ്മ പറഞ്ഞതിൽ അത് താജുലമ്മ പെടൂല എന്ന് എനിക്ക് വാദമുണ്ടോ? ഒരു നിലക്കും പെടൂല എന്ന് എന്നെ കൊണ്ട് സമർത്ഥിക്കാൻ കഴിയില്ല. മനസ്സിലാക്കിക്കോ. എങ്ങനെ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ എന്ന് പറഞ്ഞില്ല ഒന്നാമത് ഇറങ്ങിയത് താജുലമ്മേ. അത് താജുലമ്മനെ പറയണ്ടേ. മാത്രല്ല എറണാകുളം സമ്മേളനം നടത്തിയവർ എന്ന് പറഞ്ഞല്ലോ ജി, അതിലും ആ നടത്തിയതിൽ ഒന്നാം സ്ഥാനം താജുലമ്മേ. എന്നിട്ടും ജി ശംസുലമ്മത് പറഞ്ഞു വെച്ചതിന് ശേഷവും ഇജ് പോയിട്ടില്ല സമ്മതം ചോദിക്കുകയാണെങ്കിൽ സുന്നിയല്ലാത്ത ആളത്തേക്ക്. ഇജ് ഓടുന്നോടോ വരണേ? ഇജ് ആരെയെ പഠിപ്പിക്കണേ? ഞങ്ങളെ. എന്റെ കാപ്പട്ടിയാണിത് കാണണ്ടേ. ഇത് രണ്ടും ആദർശ മുന്നേറ്റ, രണ്ടും എന്റെ ശേഖറിന്റെ കൈ പിടിച്ചാരേ. ഞാൻ ആദർശ മുന്നേറ്റം തള്ളണ്ട.
തള്ളാൻ കഴിയൂല. കഴിഞ്ഞ ക്ലിപ്പ് ഞാൻ കൊടുന്നപ്പം ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ പ്രസംഗത്തെ. ഞങ്ങൾ മുമ്പേ ഇത് പറഞ്ഞതാണ് ആ പ്രസംഗം തന്നെ ഇതും. നമുക്കറിയാലോ ഈ നടത്തിയത്, കേട്ട നമുക്കും അറിയാലോ, നമ്മളെ കയ്യിലുണ്ടല്ലോ ഇത്. ഇതൊക്കെ എന്നിട്ട് കേട്ട് നോക്കിയില്ല ആദ്യം, എന്നിട്ട് വാ സുന്നത്തേക്കാൾ സുന്നിന്നും സുന്നിയല്ല എന്നൊക്കെ പറയാനേ എന്ത് അധികാരം എനിക്കുള്ളടോ? കാരണം സംശയം ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ യൂട്യൂബിൽ അന്നേ ഉണ്ട്, അത് ഉണ്ടായിരിക്കെ തന്നെ. മാത്രമല്ല സംശയം അതിൽ നിന്ന് തൗബ ചെയ്തിട്ടുണ്ടെന്നും അവസാന കാലത്ത് സമസ്തയിലെ യോജിപ്പ്, ശംസുലുലമയുടെ അന്ത്യാഭിലാഷം, ശംസുലുലമയുടെ അവസാനത്തെ ആഗ്രഹം ഇരു സമസ്തകളും യോജിക്കലും, അതായത് താജുലുലമയോടും എപ്പിസ്ഥാനോടും യോജിച്ചു പോകണം, ഒന്നാകണം എന്നായിരുന്നു അവിടുത്തെ അവസാന ആഗ്രഹമെന്ന് 1996 ഓഗസ്റ്റ് 20 ഇറങ്ങിയ ചന്ദ്രിക ദിനപത്രത്തിൽ അബ്ദുറഹ്മാൻ കല്ലായി, ശംസുലമന്റെ ഏറ്റവും അടുത്ത മുരീദാന്ന് നൂല് പറയണേ, അയാൾ ലേഖനം എഴുതിയിട്ടില്ലേ? ആ ലേഖനം വായിച്ച് സമർത്ഥിച്ചിട്ടില്ലേ? അപ്പൊ ശംസുലമായി പറഞ്ഞതിൽ എന്ത് പ്രസക്തിയുള്ളത്? ശംസുലമായി ഇത് മാറിയിട്ടുണ്ട് എന്നതിന് തെളിവല്ലേ അത്? എന്നിട്ട് എത്തിനാ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്? അപ്പൊ എന്താ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി, ശംസുലമിന്റെ ആളുകളാന്ന് പറഞ്ഞ നടക്കുന്നതല്ല, സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കൂല. എന്റെ കാപ്പറ്റ്യം തുറന്ന് കാണിച്ചു കൊണ്ടേയിരിക്കും.